ഭാരതത്തിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സുപ്രധാന ഇടപെടലുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 12 വർഷമായി തുടരുന്നത്. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ ഹൃദയത്തിലൂടെയുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര വിജയകരമായി പൂർത്തിയായി. ഊർജം, പ്രതിരോധം, ഉഭയകക്ഷി വ്യാപാരം എന്നീ രംഗങ്ങളിൽ പരമപ്രധാനമായ ഏടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം. അപൂർവ ധാതുരംഗത്തും ലഭ്യത ഉറപ്പാക്കുന്നതിനും സ്പോർട്സ് ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ അനവധി ധാരണകളാണ് സന്ദർശനത്തോടെ യാഥാർത്ഥ്യമായത്. ഇന്തോനേഷ്യയിൽ നിന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര യാത്രയുടെ തുടക്കം. ഭാരത സമൂഹത്തെയും ഇന്തോനേഷ്യൻ പാർലമെന്റിനെയും അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി സന്ദർശനം ആകർഷകമാക്കിയത്. ഇന്തോനേഷ്യയുമായി നിർണായക പ്രതിരോധ ധാരണയും പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഒപ്പുവച്ചു. ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾ ഭാരതം ഇന്തോനേഷ്യയ്ക്ക് നൽകും. അപൂർവ ധാതുരംഗത്തും ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്തും ഉൾപ്പെടെ ഭാരതം ഇന്തോനേഷ്യയുമായി സഹകരിക്കും. മാരിടൈം സുരക്ഷാ രംഗങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഇതിനു പുറമെയാണ് പ്രതിരോധ സുരക്ഷാ രംഗങ്ങളിൽ ശക്തമായ സഹകരണം ഇരു രാജ്യങ്ങളും തുടരാൻ തീരുമാനിച്ചത്. आज सुबह मुझे बहुत स्नेह के साथ, आदर के साथ इंडोनेशिया का सर्वोच्च सम्मान दिया गया है. ये सम्मान कोटि कोटि भारतवासियों का है. इंडोनेशिया के लोगों की भावनाओं का है. भारत और इंडोनेशिया के ऐतिहासिक और आत्मीय संबंधों का है. मैं प्रेसिडेंट प्रबोवो जी, इंडोनेशिया की सरकार और यहां की जनता का हृदय से आभार व्यक्त करता हूं. फ्रेंड्स, बीते वर्षों में भारत और इंडोनेशिया के संबंधों में एक नई ऊर्जा, एक नया विश्वास और एक नई गहराई आई है. 2018 में बनी हमारी कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप आज एक नई उड़ान ले रही है. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് നിർണായക പിന്തുണ നൽകാനുള്ള തീരുമാനം ഭാരതം ഇന്തോനേഷ്യയ്ക്ക് ഉറപ്പു നൽകി. വിദ്യാഭ്യാസം, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിലും സംയുക്തമായി പ്രവർത്തിക്കും. ഇന്തോനേഷ്യയുടെയും ഭാരതത്തിന്റെയും തീരസംരക്ഷണ സേനകൾ സംയുക്തമായി പട്രോളിംഗും അനുബന്ധ പരിശീലന പരിപാടികളും നടത്തുമെന്നും പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യൻ സന്ദർശന വേളയിൽ അന്തിമ തീരുമാനമെടുത്തു. हम डेवलपमेंट, सिक्योरिटी, टेक्नोलॉजी, कल्चर और एजुकेशन हर क्षेत्र में महत्वपूर्ण कदम बढ़ा रहे हैं. मुझे विश्वास है आज से भारत इंडोनेशिया साझेदारी का एक सुनहरा अध्याय शुरू होगा और इस सुनहरे अध्याय का बहुत बड़ा सकारात्मक प्रभाव 21वीं सदी की दुनिया पर होगा, पूरी मानवता पर होगा. फ्रेंड्स, हमारे देशों के बीच बढ़ता विश्वास हमारी रक्षा, सुरक्षा और मैरीटाइम सहयोग को मजबूत कर रहा है. आज हमने डिफेंस एक्सचेंज, डिजास्टर मैनेजमेंट और इंडस्ट्रियल सहयोग बढ़ाने पर सहमति बनाई. अब हम दोनों देशों के कोस्ट गार्ड हिंद महासागर में मैरीटाइम सेफ्टी और सिक्योरिटी के लिए मिलकर काम करेंगे. പൊതുവിതരണ സമ്പ്രദായവും വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയും ശാക്തീകരിക്കുന്നതിന് ഭാരതം ഇന്തോനേഷ്യയ്ക്ക് പിന്തുണ ഉറപ്പാക്കാൻ ധാരണയായിട്ടുണ്ട്. ഇന്തോനേഷ്യയ്ക്ക് ഗുണനിലവാരമുള്ള മരുന്നുകളും ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ ജീവനക്കാർക്കും പരിശീലനവും ഭാരതം ഉറപ്പു നൽകും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യാരംഗത്തും നൈപുണ്യ വികസന രംഗത്തും ഇരു രാജ്യങ്ങളും സഹകരണം ഉറപ്പാക്കും. दो करीबी मैरीटाइम देश होने के नाते हमने ब्लू इकोनॉमी, पोर्ट डेवलपमेंट और मैरीटाइम ट्रेड में
आपसी सहयोग बढ़ाने का भी निर्णय लिया है। फ्रेंड्स, भारत और इंडोनेशिया के लिए गरीबी को परास्त करना और अपने नागरिकों तक कल्याणकारी योजनाओं का लाभ पहुंचाना सर्वोच्च प्राथमिकता है। हमने इंडोनेशिया के साथ अपनी मिड डे मील स्कीम और पब्लिक डिस्ट्रीब्यूशन सिस्टम के सॉल्यूशंस साझा किए हैं। अब हम इस सहयोग को नेक्स्ट लेवल पर लेकर जा रहे हैं। हमारा हेल्थ कोऑपरेशन दोनों देशों में क्वालिटी हेल्थ सर्विस सुनिश्चित करने में अहम योगदान देगा। आज हुए एग्रीमेंट से भारत की हाई क्वालिटी और किफायती दवाइयां इंडोनेशिया के नागरिकों को और सहजता से उपलब्ध होगी। हम इंडोनेशिया के डॉक्टर्स और हेल्थ केयर वर्कर्स की कैपेसिटी बिल्डिंग में भी योगदान देंगे। സ്റ്റെയിൻലെസ് സ്റ്റീൽ അപൂർവധാതു രംഗങ്ങളിൽ സംയുക്ത സംരംഭങ്ങൾ ഇന്തോനേഷ്യയും ഭാരതവും ആരംഭിക്കും. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് മികച്ച മുന്നേറ്റം നടത്തിയ രാജ്യമാണ് ഭാരതം. ഭാരതത്തിന്റെ UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ധാരണയായി. दुनिया की जितनी रियल टाइम डिजिटल पेमेंट्स होती है उसकी करीब 50% अकेले भारत में होती है। दुनिया की 50%। आज भारत में हर दिन 75 करोड़ से अधिक डिजिटल ट्रांजैक्शन होते हैं। സെബാങ് തുറമുഖ വികസനം ഏറ്റെടുക്കാനുള്ള തീരുമാനം സുപ്രധാന ഇടപെടലായി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കൃത്യമായ പ്രതിരോധം ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു തീരുമാനം. ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയുടെ വടക്കേ അറ്റത്താണ് നിർദ്ദിഷ്ട സെബാങ് തുറമുഖം. മലാക്ക കടലിടുക്കിനോട് ചേർന്ന് കിടക്കുന്ന തന്ത്രപ്രധാനമായ തുറമുഖമാണ് സെബാങ്. ആഗോള വ്യാപാരത്തിന്റെ 40% കടന്നുപോകുന്ന നിർണായക കടലിടുക്കാണ് മലാക്ക. ചൈനയ്ക്ക് ഏറ്റവും നിർണായകവുമാണ് ഈ കടലിടുക്ക്. ചൈനയുടെ 80% എണ്ണ ഇറക്കുമതി നടക്കുന്നതും ഇതുവഴിയാണ്. വേ ദ്വീപിലെ ഈ തുറമുഖം തന്ത്രപ്രാധാന്യമാണ്. ഏറ്റെടുത്ത് വികസിപ്പിക്കാൻ ഭാരതം തീരുമാനിച്ചതിനു പിന്നിലും ഇതേ ലക്ഷ്യമാണുള്ളത്. മാത്രമല്ല, ഭാരതം വികസിപ്പിക്കാനൊരുങ്ങുന്ന ഗ്രേറ്റ് നിക്കോബാർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിൽ നിന്നും 100 മൈൽ മാത്രമാണ് ഈ ആഴക്കടൽ തുറമുഖത്തേക്കുള്ള അകലം. ഇൻഡോ പസഫിക്കിലെ തന്ത്രപ്രധാനമായ ഇടപെടൽ ഉറപ്പാക്കാനും തുറമുഖ വികസനം സാധ്യമാകുന്നതോടെ പ്രായോഗികമാകും. ചരിത്രപ്രസിദ്ധമായ പ്രഭനൻ ക്ഷേത്രം സന്ദർശിച്ചതിലൂടെ പ്രധാനമന്ത്രി നൽകിയ സന്ദേശവും ശ്രേഷ്ഠമാണ്. ഭാരതീയർക്കായി പ്രാർത്ഥിക്കാനുള്ള അവസരം കൂടിയായിരുന്നു പ്രധാനമന്ത്രിക്ക് ക്ഷേത്ര സന്ദർശനം. ഇന്തോനേഷ്യയിലെ പുരാതന പ്രഭനൻ ക്ഷേത്രവും നരേന്ദ്രമോദി സന്ദർശിച്ചു. 9ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം കൂടിയാണ് പ്രഭനൻ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ മൂർത്തികൾക്ക് സമർപ്പിച്ചിരിക്കുന്ന മഹത്തായ ക്ഷേത്രമാണിത്. उन्होंने इतनी बड़ी विरासत को जिस प्रकार से संभाला है, जिस प्रकार से संवारा है और श्रद्धा भाव से किया है, इसलिए मैं इंडोनेशिया के नागरिकों का भी और अब तक रहे हुए सभी शासकों का भी मैं हृदय से अभिनंदन करता हूं। और आज मैं इंडोनेशिया के इस पवित्र टेम्पल में आता हूं। मैं देख रहा था एक ही गुंज महामृत्युंजय जाप यहां हो रहा था। ओम नमः शिवाय का उच्चारण हर कोई कर रहा था। ये अपने आप में हृदय को स्पर्श करने वाला था। और मैं देख रहा हूं कि योग्यकार्ता के इस भव्य मंदिर कॉम्प्लेक्स में अब जब हम पुनर्निर्माण का काम करने जा रहे हैं और ये यूनेस्को का वर्ल्ड हेरिटेज है, मुझे पूरा विश्वास है आज के बाद भारत के यात्री तो यहां जरूर आएंगे। दुनिया के दूर दूर क्षेत्रों में कहीं पर भी जाएं, हमें कहीं न कहीं भारत की सांस्कृतिक विरासत के दर्शन होते हैं। ये पूरे साउथ ईस्ट एशिया का दूसरा सबसे बड़ा हमारी विरासत की पहचान है। इस मंदिर में भगवान शिव, मां दुर्गा और गणेश जी की प्रतिमाएं हैं। सदियों तक इस मंदिर में बहुत आस्था से पूजा होती रही है।
आज मुझे भी इस मंदिर के दर्शन और बिल्कुल शास्त्रोक्त रूप से पूजन करने का सौभाग्य मिला है। ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. പ്രധാനമന്ത്രിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ യാഥാർത്ഥ്യമായത് നിർണായകമായ നിരവധി തീരുമാനങ്ങളാണ്. സമാധാന ആവശ്യങ്ങൾക്ക് ഭാരതത്തിന് യുറേനിയം ലഭ്യമാക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന്റെ വാക്കുകൾ പ്രതീക്ഷയുടെ വാതായനങ്ങളാണ് ഭാരതത്തിന് തുറന്നു നൽകുന്നത്. യുറേനിയം അധിഷ്ഠിത വൈദ്യുതോത്പാദന രംഗത്ത് ഭാരതത്തിൽ വൻ മുന്നേറ്റമുണ്ടാക്കാവുന്ന നിർണായക തീരുമാനമാണ് ഓസ്ട്രേലിയയുടെ പിന്തുണയോടെ യാഥാർത്ഥ്യമാകുക. Defence and security, education, science and technology, and energy security and critical minerals. Prime Minister Modi and I have released a joint declaration on defence and security cooperation to deepen our practical partnership. Australia values India as a top-tier security partner, and the declaration reflects our shared commitment to a peaceful, stable and prosperous Indo-Pacific region. We will boost strategic coordination, increase the complexity of our defence exercises and further build interoperability between our defence forces. We undertake to consult on defence-related developments in the Indo-Pacific that affect our shared interests. In addition, we have endorsed a joint maritime security collaboration roadmap and agreed to a new Australia-India partnership on cyber, critical technologies and supply chains. Today we have welcomed the signature of the Memorandum of Understanding for the Australia-Canada-India Technology and Innovation Partnership, driving trilateral cooperation with our shared partner Canada on critical and emerging technologies. And as we expand our cooperation in science and technology, we have agreed to commission a temporary space tracking terminal on Cocos Keeling Islands, which will support India's landmark Gaganyaan human spaceflight program. Of course, no country has been immune to the economic impacts from the conflict in the Middle East, and as such, the Prime Minister and I have welcomed a joint statement on energy security. This statement recognises the importance of supply chain resilience and accelerating the energy transition, including promoting the uptake of renewable energy resources and the electrification of our energy systems. For too long, we have worked with connected supply chains but disconnected approaches. This action is a step to bridge that divide. Today we can confirm the signing of the administrative arrangement to enable uranium exports to India for peaceful purposes under the 2015 Australia-India Nuclear Cooperation Agreement. The arrangement facilitates Australian uranium exports to India to help increase the share of non-fossil fuel power capacity, providing an additional market for the Australian resources sector. ഭാരതവും ഓസ്ട്രേലിയയും ഊർജ്ജസ്വലമായ ജനാധിപത്യ രാഷ്ട്രങ്ങളെന്നാണ് പ്രധാനമന്ത്രി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചത്. 2022 മുതൽ ഇന്ത്യ ഓസ്ട്രേലിയ നിക്ഷേപവും വ്യാപാരവും വൻതോതിൽ വളരുകയാണ്. പരിസ്ഥിതി സൗഹൃദ ഊർജ്ജോത്പാദനത്തിനും കാലാവസ്ഥാ അനുകൂല നിലപാടുകളിലും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. एक साथ हो रहे हैं। आप सबकी यहां उपस्थिति हमारे शेयर्ड कॉन्फिडेंस और शेयर्ड एस्पिरेशंस का प्रतीक है। आज दुनिया अनसर्टेनिटी, सप्लाई चेन डिसरप्शन और एनर्जी क्राइसिस के दौर से गुजर रही है। ऐसे समय में भारत और ऑस्ट्रेलिया का नेचुरल और ट्रस्टेड पार्टनर के रूप में आगे बढ़ना स्वाभाविक भी है और आवश्यक भी है। बीते वर्षों में हमने
दोनों देशों की क्षमताओं के साथ भावी साझेदारी का एक मजबूत फ्रेमवर्क तैयार किया है। साल 2022 में रिकॉर्ड समय में किए गए एक्टा समझौते से हमारी आर्थिक साझेदारी और सशक्त हुई है। इसके लागू होने के बाद भारत से ऑस्ट्रेलिया को एक्सपोर्ट डबल हुआ है और दोनों देशों के बिजनेसेस को नए मार्केट एक्सेस इसका लाभ मिला है। लेकिन हम यहीं नहीं रुके रहे। अब हम व्यापक सीका समझौता करने की तरफ आगे बढ़ रहे हैं। इन प्रयासों से दोनों देशों की सरकारों ने एक नया रनवे तैयार किया है। अब इस पर इन्वेस्टमेंट और इनोवेशन का विमान उड़ान भरने के लिए तैयार है। 2036 ഒളിമ്പിക്സിന് ആതിഥ്യമരുളാൻ ഭാരതം ആവേശത്തോടെ തയ്യാറെടുക്കുകയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം പരമപ്രധാനമാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസ് ഭാരതത്തിലാണ് നടക്കുക. നിരവധി സ്പോർട്സ് ഇവന്റുകൾ ഭാരതത്തിൽ നടക്കാനിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകളോടെ ഓസ്ട്രേലിയക്കാർ തിരിച്ചറിഞ്ഞു. ആവേശത്തോടെയാണ് ഇരു രാഷ്ട്രങ്ങളിലെ പൗരന്മാരും ഈ നിലപാടിനെ ഏറ്റെടുത്തത്. आज भारत में स्पोर्टिंग टैलेंट कुछ बड़े शहरों तक सीमित नहीं है। यह देश के हर कोने से, हर बैकग्राउंड से उभर रहा है। 2030 में भारत कॉमनवेल्थ गेम्स की मेजबानी करने जा रहा है और जैसा मेरे मित्र ने बताया, हम 2036 में ओलंपिक्स भारत में आयोजित करने का भी प्रयास कर रहे हैं। 2032 में ब्रिस्बेन ओलंपिक्स होस्ट करेगा। इन ग्लोबल इवेंट्स को आयोजित करने के लिए मेगा स्केल पर स्पोर्ट्स इंफ्रास्ट्रक्चर तैयार किया जाएगा। यानी आने वाले वर्षों में हमें एक दूसरे से सीखने के, एक दूसरे के साथ मिलकर काम करने के अनेक नए अवसर प्राप्त होंगे. മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം സന്ദർശനവേളയിലാണ് പ്രധാനമന്ത്രി നിർണായകമായ തീരുമാനം അറിയിച്ചത്. ചരിത്രപ്രസിദ്ധമായ മെൽബൺ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയൻ മുൻ ക്യാപ്റ്റൻ സ്റ്റീവ് വോ, പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് എന്നിവരുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. ക്രിക്കറ്റ് ഉൾപ്പെടെ വിവിധ പരിശീലനങ്ങൾക്കെത്തിയ കുട്ടികളുമായി പ്രധാനമന്ത്രി ആവേശത്തോടെ സംവദിച്ചു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് നരേന്ദ്രമോദിക്ക് ക്രിക്കറ്റ് ബാറ്റ് സമ്മാനിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ സ്പോർട്സ് സഹകരണ റോഡ് മാപ്പ് തുടക്കമായതായും ആന്റണി അൽബനീസ് പറഞ്ഞു. Lisa's remarkable life journey from Pune to captaining Australia is another example of that bond. That is the power of sport. It breaks down our differences and it brings us together. And we're here today to build on that. Today I announce that Australia will bring the Big Bash League to India for the first time. The season opener for this summer's Big Bash between the Melbourne Renegades and the Perth Scorchers will be played in Chennai on Saturday the 12th of December. And it will kick off a week-long G'day Namaste festival of Australian sport, culture and business engagement. There will be a senior business delegation led by the Business Council of Australia, building on the economic roadmap that we launched just last year. And today we recognise that in both our countries, sport is a serious business as well. That's why Prime Minister Modi and I are here to launch a roadmap for sport collaboration between Australia and India to strengthen our long-standing partnership. സ്പോർട്സ് രംഗത്തെ ഓസ്ട്രേലിയയുടെ പ്രാഗൽഭ്യം ഭാരതവുമായുള്ള സഹകരണത്തിൽ നിർണായക ഘടകമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭീകരതയോട് സന്ധി ചെയ്യില്ലെന്ന് ഇന്തോനേഷ്യയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും പ്രധാനമന്ത്രി ആവർത്തിച്ചു. वैश्विक मंच पर भी भारत और न्यूजीलैंड
भरोसेमंद साझेदार और करीबी मित्र है। हमारा मानना है कि वर्तमान समय की चुनौतियों का सामना करने के लिए यूएन सहित अन्य वैश्विक संस्थानों में रिफॉर्म आवश्यक है। आतंकवाद के विषय पर कंधे से कंधा मिलाकर आगे बढ़ाने के लिए आज हमने ज्वाइंट वर्किंग ग्रुप का गठन किया है। भारत और न्यूजीलैंड के बीच सहयोग इंडो पैसिफिक में शांति, स्थिरता और सुरक्षा के लिए अत्यंत महत्वपूर्ण है। ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിലാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തിയത്. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ നിർണായകമായ നിരവധി കരാറുകൾ ഒപ്പുവച്ചു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ആണ് ഇന്ത്യ ന്യൂസിലാൻഡ് വ്യാപാര ധാരണ ന്യൂഡൽഹിയിൽ ഒപ്പുവച്ചത്. ഭാരതത്തിന്റെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ന്യൂസിലാൻഡ് വാണിജ്യമന്ത്രി ടോഡ് മെക്ലെയും ചേർന്നാണ് ധാരണയിൽ ഒപ്പുവെച്ചത്. വാണിജ്യ ധാരണ അതത് രാജ്യങ്ങളുടെ പാർലമെന്റ് അംഗീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും നടപ്പാകുക. വാണിജ്യ ധാരണ യാഥാർത്ഥ്യമാകുന്ന നിമിഷം മുതൽ ഇന്ത്യയിലേക്കുള്ള 57% കയറ്റുമതിയും നികുതി വിമുക്തമാകുമെന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ സമൂഹമാധ്യമത്തിൽ കുറിച്ചിരുന്നു. വ്യാപാര കരാറിനെ പ്രതീക്ഷയോടെയാണ് ഇരു നേതാക്കളും സമീപിച്ചത്. For many of you, you will know that I've been a great fan of India for a long period of time. I first went to India in my mid-20s, and it's because I worked for a company called Unilever, which of course owned Hindustan Lever, which was a top 10 company in India. And I remember going to India in the mid to late 90s, and people got paid daily in their wages in coins in their hand. And it's interesting to me that under Prime Minister Modi's leadership, he has lifted 250 million people out of poverty. There is now 440 million people in the middle class, about to be 750 million by the end of the decade, and it is an incredible transformation. When we first sat down together back in Laos, you kindly told me that you'd done 147 airports, I think, in a very short period of time. You needed 2,000 more aircraft just to manage your domestic tourism, and you were opening up universities and polytechnics on a regular basis. And as someone who has been to India many times, and to see the move from low income to middle income to high income. मैं प्रधानमंत्री लक्ष्मण का उनके सकारात्मक विचारों और भारत के प्रति उनकी गहरी प्रतिबद्धता के लिए विशेष आभार व्यक्त करता हूं। आप सभी की उपस्थिति न्यूजीलैंड की इनोवेशन, एंटरप्राइज और फ्यूचर ओरिएंटेड सोच का प्रतीक है। भारत की ओर से मैं 140 करोड़ लोगों की एस्पिरेशंस और एम्बिशंस का संदेश लेकर आया हूं। फ्रेंड्स, यह बैठक ऐसे समय में हो रही है जब भारत और न्यूजीलैंड के संबंध एक टर्निंग पॉइंट पर है। आज हम अपने संबंधों को स्ट्रेटेजिक पार्टनरशिप के सूत्र में बांध रहे हैं. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ഒരുക്കിയ വിരുന്നിൽ നരേന്ദ്രമോദി നിർണായക നിലപാടുകൾ പ്രഖ്യാപിച്ചു. UN പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ പ്രസംഗമധ്യേ പരാമർശിക്കപ്പെട്ടു. ഭാരത സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ രീതി 3 രാഷ്ട്ര സന്ദർശനങ്ങളിലും ആവർത്തിച്ചു. മെൽബൺ മീറ്റ്സ് മോഡി പരിപാടിയും Prime Minister Narendra Modi. ഇന്തോനേഷ്യയിലെ ഭാരതീയ സമൂഹത്തെ അഭിസംബോധന ചെയ്തതും ന്യൂസിലൻഡിലെ സമാന പരിപാടിയും ആവേശത്തോടെയാണ് ഭാരതീയർ ഏറ്റെടുത്തത്.
ഓസ്ട്രേലിയയിലെ ഭാരതീയ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പരിപാടിക്കിടെ നിർണായക പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നടത്തി. FCRI സംബന്ധിച്ച ആശങ്കകൾക്ക് പരിഹാരം കാണുമെന്ന സുപ്രധാന വാഗ്ദാനവും മോദി ന്യൂസിലാൻഡ് ജനതയ്ക്ക് നൽകി. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ഭാരതത്തിന്റെ പ്രകടനം പ്രതിരോധ രംഗത്തിന്റെ യശസ്സുയർത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ആക്രമണവേളയിൽ കൂടെ നിന്ന ഇന്തോനേഷ്യയുടെ നിലപാടിനെ ആവേശത്തോടെ പ്രധാനമന്ത്രി പരാമർശിക്കുകയും ചെയ്തു. കൃത്യമായ കാഴ്ചപ്പാട്, നിശ്ചയദാർഢ്യം, തീരുമാനങ്ങളെടുക്കുന്നതിലെ ഇച്ഛാശക്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വൈദഗ്ധ്യത്തെ ഇങ്ങനെ സംഗ്രഹിക്കാം. ആ സവിശേഷതയാണ് മോദി യുഗത്തിൻ്റെ പ്രസക്തിയും പ്രായോഗികതയും. ഭാരതം മുന്നേറുകയാണ് മോദി നയിക്കുന്ന വിശ്വപദ്ധതിയിലൂടെ.